ചന്ദ്ര ഭ്രമണപഥത്തിലേക്ക് ഇമറാത്തി ബഹിരാകാശ യാത്രികനെ അയക്കുന്നതിന് വഴി തുറക്കുന്ന തന്ത്രപരമായ സഹകരണ കരാറിൽ ഒപ്പുവെച്ച് UAE മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററും യൂറോപ്യൻ എയ്റോസ്പേസ് കമ്പനിയായ തെൻസ് അലീനിയ സ്പേസും തമ്മിലാണ് സഹകരണ കരാറിൽ ഒപ്പുവെച്ചത്. ബഹിരാകാശ ചന്ദ്ര പര്യവേഷണ രംഗത്തെ പ്രധാന ചുവടുവയ്പായിരിക്കും ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂൺ ബിൻ സായിദ് അൽ നഹിയാൻ, ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവർ പങ്കെടുത്ത ചടങ്ങിലാണ് കരാർ ഒപ്പുവെച്ചത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ലൂണാർ ഗേറ്റോ സ്റ്റേഷന് ആവശ്യമായ എയർലോക്ക് നിർമ്മിക്കുന്നതിനാണ് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററും ഇറ്റാലിയൻ ഫ്രഞ്ച് കമ്പനിയായ തെൻസ് അലീനിയ സ്പേസും തമ്മിൽ കരാറിലെത്തിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് സമാനമായ രീതിയിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ലൂണാർ ഗേറ്റോ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള നാസയുടെ പദ്ധതിയിൽ ഭാഗമാകുമെന്ന് കഴിഞ്ഞ വർഷം അധികൃതർ വെളിപ്പെടുത്തിയിരുന്നു. ലൂണാർ ഗേറ്റോ സ്റ്റേഷൻ പദ്ധതി ആദ്യമായി അറബ് ബഹിരാകാശ യാത്രികനെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കാൻ വഴി തുറക്കുന്നതാണ്. ആദ്യമായാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നത്. 2030 പൂർത്തിയാകുന്ന പദ്ധതി ഈ വർഷം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രനെ ചുറ്റുന്ന മനുഷ്യരാശിയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയമായ ഗേറ്റ്വേക്ക് ക്രൂവിനെയും സയൻസ് എയർലോക്കും നൽകുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചത്. മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന നാസയുടെ ആർട്ടമിസ് പദ്ധതിയിൽ UAE കൈകോർക്കുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. ആർട്ടമിസ് പദ്ധതിയുടെ ഭാഗമായാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ നാസ തീരുമാനിച്ചത്. സ്റ്റേഷനു വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് UAE മുമ്പ് തന്നെ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു.